നമസ്കാരം. ക്ഷേമ പെൻഷൻ തുക സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിച്ച് നൽകുന്നതിന് പകരം തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം പ്രായമായവരെ വലിയ തോതിൽ ബാധിക്കും. ഇക്കാര്യവുമായി ബന്ധപ്പെട്ടും ഇനി മാറ്റത്തിന് സാധ്യതയുണ്ടോ എന്നതുമാണ് ഈ അപ്ഡേറ്റിലൂടെ അവതരിപ്പിക്കുന്നത്. ഏതായാലും ഓണത്തിന് മുന്നോടിയായി നൽകുന്ന ഈ മാസത്തെ പെൻഷൻ നിലവിലെ രീതിയിൽ തന്നെയായിരിക്കും. ധനവകുപ്പിന്റെ പുതിയ ഉത്തരവ് പ്രകാരം പൂർണ്ണമായും കിടപ്പ് രോഗികളായവർക്ക് മാത്രമേ ഇനി പെൻഷൻ വീട്ടിലെത്തിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തും. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ 60 ലക്ഷവും ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർ 6 ലക്ഷവും ഉൾപ്പെടെ 66 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾ സംസ്ഥാനത്തുണ്ട്. ഇതിൽ 43 ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും 23 ലക്ഷം പേർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തിച്ചുമാണ് നിലവിൽ പെൻഷൻ നൽകുന്നത്. ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് 2016 ഓഗസ്റ്റിൽ ഗുണഭോക്താക്കളുടെ താൽപര്യം നോക്കി അവരുടെ ഇഷ്ടാനുസരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിച്ചും പെൻഷൻ നൽകുന്ന സംവിധാനം നടപ്പാക്കിയത്. ഇതിനാണ് ഇപ്പോൾ പൂട്ടുവീഴുന്നത്. ഗുണഭോക്താക്കളിലേക്ക് പണം എത്തിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് വഴി ആയിരിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശവും പെൻഷൻ വിതരണത്തിന് പെൻഷൻ വിതരണത്തിന് ശേഷം ബാക്കി വരുന്ന തുക സഹകരണ സംഘങ്ങൾ കൃത്യമായി സർക്കാരിലേക്ക് തിരിച്ചടക്കാത്തതും കണക്കിലെടുത്താണ് നടപടി എന്നാണ് സർക്കാർ പറയുന്നത്. കൂടാതെ സഹകരണ സംഘം വഴി വീട്ടിലെത്തിക്കുമ്പോൾ മരിച്ചവരുടെയും താമസം മാറിയവരുടെയും മറ്റും പെൻഷൻ തുക ബന്ധുക്കൾ തുടർന്നും കൈപ്പറ്റുന്നതായും സർക്കാർ പറയുന്നു. എന്നാൽ ഭൂരിഭാഗം സഹകരണ സംഘങ്ങളും CPMന്റെ നിയന്ത്രണത്തിലായതിനാൽ പെൻഷൻ വീട്ടിലെത്തിച്ച് ഇവർ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നുവെന്ന ആരോപണമാണ് പരിഷ്കരണത്തിന് പ്രധാന കാരണമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം. സർക്കാർ ഓർക്കേണ്ടത് ഇതിന്റെ പേരിൽ സാധാരണക്കാരായ വയോജനങ്ങളെ ദുരിതത്തിലാക്കുന്ന തീരുമാനം എടുക്കേണ്ടിയിരുന്നു എന്നാണ്. സംസ്ഥാനത്ത് 66 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ 8 ലക്ഷം പേർ മാത്രമാണ് കേന്ദ്ര സഹായത്തോടെയുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത്. 5 ലക്ഷം പേർ വാർദ്ധക്യകാല പെൻഷനും 3 ലക്ഷം പേർ വിധവാ പെൻഷനും 19,000 പേർ ഡിസബിലിറ്റി പെൻഷൻ ഗുണഭോക്താക്കളുമാണ്. പരമാവധി 200 മുതൽ 500 രൂപയാണ് കേന്ദ്ര സർക്കാർ വിവിധ പെൻഷനുകൾക്കായി ഒരു ഗുണഭോക്താവിന് നൽകുന്ന പെൻഷൻ വിഹിതം. അതായത് ഭൂരിഭാഗം തുകയും സംസ്ഥാന സർക്കാർ തന്നെയാണ് നൽകുന്നത്. അപ്പോൾ കേന്ദ്രത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന തീരുമാനം സർക്കാർ എടുക്കണോ എന്നും ചോദ്യമുയരുന്നു. മരിച്ചവരുടെയും താമസം മാറിയവരുടെയും പെൻഷൻ തുക ബന്ധുക്കൾ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ലക്ഷക്കണക്കായ സാധാരണക്കാരായ വയോധികരെ ബുദ്ധിമുട്ടിക്കുകയല്ല സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്. പരസഹായമില്ലാതെ നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന വയോജനങ്ങൾ ഇനി ബാങ്കുകളുടെ പടികൾ കയറിയിറങ്ങി ക്യൂ നിൽക്കേണ്ടി വരും. കെട്ടിടങ്ങളുടെ രണ്ടാം നിലയിലും മറ്റുമുള്ള ബാങ്കുകളിലടക്കം എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട്, ബാങ്കുകളിൽ എത്താനായി അധിക വാഹന ചെലവ്, ATM, ഡിജിറ്റൽ ബാങ്കിംഗ് തുടങ്ങിയവ ഉപയോഗിക്കാനുള്ള പരിചയക്കുറവ്, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കടക്കം അസുഖമുള്ളവർക്കും യാത്ര ചെയ്യേണ്ടി വരുന്നു. ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർ അടക്കം ബാങ്കുകളിലേക്ക് നീണ്ട ക്യൂവിൽ കാത്തു നിൽക്കേണ്ടി വരുന്നതും, പണം പിൻവലിക്കാൻ ബന്ധുക്കളെയോ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് വയോജനങ്ങൾ ഇനി നേരിടേണ്ടി വരിക. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികർക്ക് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. ഗ്രാമീണ മലയോര മേഖലകളിൽ ബാങ്കിംഗ് സൗകര്യം കിലോമീറ്ററുകൾ അകലെയായതിനാൽ ഇവിടങ്ങളിലുള്ള വയോജനങ്ങളും അധികം പ്രയാസം അനുഭവിക്കേണ്ടി വരും. എന്തായാലും പൊതുജന പ്രതികരണം കൂടി അറിയാനാണ് തീരുമാനം ഉടൻ നടപ്പാക്കുന്നതിന് പകരം തത്വത്തിൽ തീരുമാനമെടുത്ത് ഉത്തരവിറക്കിയത്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് പുതിയ പരിഷ്കരണത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് സർക്കാർ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് കരുതാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. വാർത്ത കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയറും ചെയ്യുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട മുഴുവൻ വാർത്താ അപ്ഡേറ്റുകളും ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തും. നന്ദി, നമസ്കാരം.